ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ നീല ഐലൻഡിലോട്ടാണ്. 10 മണിക്കാണ് നമ്മുടെ ഫെറി ഉള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറുണ്ട് ജെട്ടിയിലോട്ട്. ഞങ്ങളിവിടുന്ന് ഓട്ടോറിക്ഷ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇന്നത്തെ സ്റ്റേ ഐലൻഡിൽ. ഫെറി നമ്മളിങ്ങോട്ട് വന്ന് സെയിം ഫെറി തന്നെയാണ്, മക്രൂസിനാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നെയിൽ ഐലൻഡായിട്ട് കണക്ട് ചെയ്യുന്നതിന് ഓൾമോസ്റ്റ് നമ്മുടെ പോർട്ട് ബ്ലെയറിൽ നിന്ന് സെയിം കോസ്റ്റ് തന്നെയുണ്ട്. 1600 രൂപയാണ് ഫെറിക്ക് വരുന്നത്. ഞങ്ങൾ ഫെറിയിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നേരം ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി വീഡിയോസ് പിന്നാലെ ഇടാവേ. മക്രൂസിൻ്റെ ചെക്കിൻ കഴിഞ്ഞോട്ടോ. ചെക്കിൻ കൗണ്ടർ ഇച്ചിരി ദൂരമാണ്, നമ്മുടെ പോർട്ടിൽ നിന്ന് ഇച്ചിരി ദൂരെയാണ്. അപ്പം ചെക്കിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഷിപ്പിലോട്ട് കയറാൻ വേണ്ടി പോകാണ്. അപ്പോൾ ആരെങ്കിലും മക്രൂസിന് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലോക്കൽ ചെക്കിൻ കൗണ്ടർ ഏകദേശം ഒരു 300 മീറ്റർ ദൂരമായിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെക്കിൻ്റെ കൺഫർമേഷൻ എടുത്തിട്ട് വേണം ഇതിൽ നമ്മൾ ചെക്കിൻ്റെ ഷിപ്പിൻ്റെ ഉള്ളിലോട്ട് കയറുന്നതിന് അങ്ങോട്ട് വരാൻ വേണ്ടി. നമ്മുടെ ഷിപ്പല്ല, നമ്മൾ മറ്റന്നാൾ ഇതിലാണ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഇച്ചിരി കോസ്റ്റ്ലിയാണ്, കാണാൻ നല്ല രസമുണ്ട് കാണാൻ ഷിപ്പ്. പോർട്ട് ബ്ലെയറിലുണ്ടായിരുന്ന പോലെ ഹാവ്ലോക്കിൽ അങ്ങനെ സ്പെഷ്യൽ ചെക്കിൻ കൗണ്ടർ ചെക്കിങ് കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. നമ്മൾ ഷിപ്പിൽ കയറുന്നതിന് മുമ്പ് പോർട്ട് ബ്ലെയറിൽ നല്ല ചെക്കിംഗ് ആയിരുന്നു. പക്ഷേ ഇവിടെ അത്രയും ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഫെറി അവിടെ വെയിറ്റിംഗ് ആട്ടോ. ഈ ഫെറി ഇവിടുന്ന് എടുത്തതിന് ശേഷമേ നമ്മുടെ ഫെറി വരുള്ളൂ. ഇതാണ് നവോട്ടിക്ക. നമ്മൾ മറ്റന്നാൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. ഐലൻഡിലെത്തി. നമ്മളിനി ഇവിടെ ഏതെങ്കിലും തൊട്ടടുത്ത് ഏതെങ്കിലും റെൻ്റൽ ഷോപ്പ് ഉണ്ടാവും സ്കൂട്ടീൻ്റെ, അത് എടുത്തിട്ട് വേണം 2 ദിവസം ഇവിടെ കറങ്ങാമെന്നുള്ളതാണ് പ്ലാന്. അപ്പം ഏതെങ്കിലും ഷോപ്പ് ഉണ്ടോ എന്ന് എടുത്ത് നോക്കട്ടെ. തൊട്ടിതിപ്പം പുറത്തേക്കുള്ള എക്സിറ്റിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. നൈൽ ഐലൻഡ് പോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി ഒരു 2 വീലറിൻ്റെ ഷോപ്പ് അന്വേഷിച്ചെടുക്കുക. തൊട്ടടുത്തുള്ള ഷോപ്പ് ചോദിച്ചായിരുന്നു, ഏകദേശം ഒരു 5 മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ. നമ്മളങ്ങോട്ട് പോയി നോക്കുകയാണ് മുന്നോട്ടേക്ക്. 2 വീലർ ഷോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. 600 രൂപയാണ് ഒരു ദിവസം ചാർജ് വരുന്നത്. ഹോട്ടലിൽ ചെക്കിൻ ചെയ്തു. ഹോട്ടൽ ചെക്കിൻ ഞങ്ങളിവിടെ നമ്മുടെ പോർട്ട് വന്ന പോർട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഹോട്ടലുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇവിടെ നെറ്റ്വർക്കിന് ഇവിടെ ആകെ എയർടെല്ലിനും BSNL മാത്രമേ ഉള്ളൂ. എൻ്റെ ജിയോ കൊണ്ട് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു. വണ്ടി റെൻ്റ് ശേഷം റെൻറ്റിന് ബൈക്ക് എടുത്തതിന് ശേഷം ഓട്ടോ വിളിച്ചും കൊണ്ട് വരികയായിരുന്നേ. ഇപ്പോൾ ഇവിടുന്ന് എല്ലാം ഏകദേശം 6 കിലോമീറ്റർ ചുറ്റളവിലുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. നൈലിൽ 2 ദിവസമാണ് ഇവിടെ ഇപ്പോൾ പ്ലാനിങ്. വണ്ടി ഒരു ദിവസം നമ്മൾ റെൻറ്റിന് എടുത്തതിന് 600 റുപ്പീസാണ് പെർ ഡേക്ക് വരുന്നത്. പിന്നെ 100 റുപ്പീസ് അവർ പെട്രോളും ചാർജ് ചെയ്യുന്നത്. അങ്ങോട്ട് കറങ്ങാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നതാണ് സ്കൂട്ടി 2 വീലർ. ഇന്ന് കൂടുതൽ കറങ്ങി വെക്കുക. റൂട്ടൊന്നും അറിയില്ല. എല്ലാ വഴി കൂടെ കാണുന്ന വഴി കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കട്ടെ. ഇവിടെ എല്ലാം ബീച്ചുകൾ തന്നെയാണ് കാണാനുള്ളൂ. ഒന്ന് പോയി റൗണ്ട് അടിച്ചൊക്കെ ഒന്ന് നോക്കി നോട്ടെ. ഭരത്പൂർ ബീച്ചാണ്. ഞങ്ങൾ എടുത്ത ഹോട്ടലിൽ നിന്നൊരു 600 മീറ്റർ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ റഷില്ലാത്ത സ്ഥലമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ആൾക്കാർ കുറവാണ്.
ഫാമിലിയായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീച്ചാണ് കേട്ടോ. ഭരത്പൂർ ബീച്ച് വലിയ റഷൊന്നുമില്ല. ഇവിടെ കുറേ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. സ്നോർക്കലിങ്ങും പിന്നെ ജെറ്റ് സ്കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഡ് ബോട്ടിൽ പോകുന്നതും എല്ലാം, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. ഞാൻ പിന്നെ ഓൾറെഡി ഇവിടെ സ്ക്യൂബ ഡൈവിംഗ് ഉണ്ട്. ഇതൊക്കെ എല്ലാം ഓൾറെഡി ചെയ്ത കാരണം പോയില്ല. ഫാമിലി ടൈമിംഗ് ആണ് കൂടുതലും നോക്കിയിട്ടില്ല. ഫ്രഷ് ഫിഷ് കിട്ടും ഇവിടെ, ലൈവായിട്ട് കൊടുക്കുന്നതാണ് ഫ്രഷ് ഫിഷ്. നമുക്ക് വേണ്ടത് ചൂസ് ചെയ്തിട്ട് അവർ തന്നെ കുക്ക് ചെയ്ത്. ബീച്ചിൻ്റെ തന്നെ വേറെ സൈഡാട്ടോ. നിങ്ങളിങ്ങനെ വണ്ടിയിൽ വരുമ്പോൾ കിട്ടിയൊരു പ്ലേസാണ്. കാണാൻ നല്ല രസമുണ്ട്. നല്ല പിക്ചറൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. മരമൊക്കെ വന്ന് കിടക്കുന്ന സൈഡിൽ. പിള്ളേർ നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ബീച്ച്. അവർക്ക് ഭയങ്കര കളിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലം. പിള്ളേർക്ക് ഭയങ്കര എൻജോയ്മെൻറ്റാണ്. ഒരു വൻ ഹാപ്പിയിലാണ്. രണ്ടുപേരുടെയായ പരിപാടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചേട്ടായിമാർ ഫിഷ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരേണ്ടപ്പോൾ ഞാൻ അവരുടെ കൂടെ അങ്ങ് പോന്നു. എന്തെങ്കിലും കിട്ടിയോ നോക്കട്ടെ. ഫിഷ് മിലായ വേ खड़ी हो क्या फिश है भाई? चित्रा। ओके। आप सेल करते हैं? नहीं, खाने के लिए। हाँ, खाने के लिए। अच्छा, आपका घर है पास में? कलकत्ता। अच्छा,